presents Comedy Masters, co-presented by SLBS Marklands, powered by Amruthavani Lights Kit and co-powered by Rajakumari Group. അങ്ങനെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ ഫ്രഷ് ആൻഡ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എലിന, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം പൊതുവെ നമ്മൾ മലയാളികള് കുറെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീനൊക്കെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നവരാണ്. അതൊരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ്, സംസാരിച്ച വലിയ പരിപാടികൾ, നമ്മുടെ ഇവന്റ്സ്, കേരളത്തിലുടനീളം നടക്കുന്ന ഇവന്റ്സ്. ആൻഡ് ഒരുപാട് കലാകാരന്മാരാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ കലാകാരന്മാരെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു മഹത്തായ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽസ് നമ്മുടെ ഇടയിലുണ്ട്, അല്ലെ? നമ്മുടെ സ്വന്തം കേരളത്തിലുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടുകൂട്ടമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് ഓൾ പ്രൊഫഷൻ പ്രോഗ്രാം ഏജൻസ് ആയ ചേട്ടന്മാരാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകൾ, നമ്മളെല്ലാവരും ഒരുപാട് കോർഡിനേറ്റേഴ്സുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, ഒരുപാട് വർക്ക്സ് നമുക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇവർ വളരെ സീനിയർ ആണ്, അല്ലേ? ഇപ്പം ഞാനോ എലിനയോ ആലിസോ ശ്രീവിദ്യ ഒന്നും ഇവരോടൊപ്പം വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും അഖിലേട്ടനും കുട്ടികൾക്കും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് നിങ്ങൾക്ക് മേ ബി അവരോട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് അവരിവിടെ എത്തിയിരിക്കുന്ന നല്ലൊരു സീസൺ ടൈമിലാണ്, ഒരു ഓണാഘോഷം അല്ലെ, ഓണം സീസണിന്റെ ടൈമിലാണ് ഇവർ എത്തിയിരിക്കുന്നത്, അല്ലെ കുട്ടി? അല്ല, ഇതിലിപ്പോ ഡയാന പറഞ്ഞൊരു വേർഡുണ്ട്, ഇവന്റ്സ്. അതായത് ഇവന്റ്സ് എന്ന് പറയുന്നത് പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ള പരിപാടികൾ. അപ്പൊ എനിക്ക് നിങ്ങളോടാണ് കേട്ടോ കാര്യം, ഈ ഉത്സവപ്പറമ്പിലെ സാധാ പരിപാടി ബുക്കിംഗ്, പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസീസിൽ നിന്ന് ഇന്ന് കുറച്ച് മാറ്റങ്ങൾ എല്ലാ സംഭവങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും മാറ്റങ്ങളുണ്ട്. അതിൽ ഇപ്പോഴാണ് ഈ ഇവന്റ് വന്നത്. ഇതിലെന്താ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം പറയാമോ? ഈ പ്രോഗ്രാം ബുക്കിംഗ് ഏജൻസീസിൽ നിന്ന് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളിലോട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം? ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമ്മൾ ഏജന്റ് എന്ന് പറയുന്ന വാക്കിനോട് ഒരു ചേഞ്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാണുന്ന സ്റ്റേജ്, ഈ ഒരു ഫ്ലോർ, ലൈറ്റ്, LED വാള്, അതുപോലെ ഈ ആർട്ടിസ്റ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു സിംഗിൾ പേഴ്സൺ ആണ്. അതായത് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അതിലേക്ക് ആർട്ടിസ്റ്റിനെ പ്ലേസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കുന്ന ഒരാളാണ് ആക്ച്വലി കോർഡിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏജന്റ് എന്ന് പറയുന്ന വാക്കിനേക്കാൾ ഉപരി ഇവന്റ് കോർഡിനേറ്റർ എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലത്ത് ആ ഒരു ജോബിന്റെ ഒരു പ്രസക്തി. ഇപ്പം നിങ്ങൾ ഇത്രയധികം വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവരാണ്, ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ആണോ? അതായത് ഇപ്പോഴും നല്ലൊരു ഉപജീവന മാർഗ്ഗമായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ കൊണ്ടുപോകാൻ സാധിക്കുന്നു? ഇപ്പം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ഇൻഫ്ലുവൻസും കൂടിയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ ആസ്വാദകരുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഈ മേഖലയിൽ ഇപ്പം ഫേസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മുമ്പത്തെ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അത് പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ശ്രദ്ധിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ആണ് ഈ ഫീൽഡ്. അത് ഇപ്പൊ ചെറുപ്പക്കാരായ ആളുടെ ഏജൻസിയിൽ ഈ ഫീൽഡിലേക്ക് വരുന്നില്ല, അതാണ് ഇതിന്റെ സത്യം. അതെയോ? കോമ്പറ്റീഷൻ ഇല്ലെന്നാണോ പറയണേ? ഇപ്പം ചെറുപ്പക്കാരും വരുന്നില്ല. ഇപ്പൊ ഒരു 40-45 ഏജിന് മേൽപ്പെട്ടുള്ള ആൾക്കാരെ ഈ ഫീൽഡിലുള്ളൂ. ചേട്ടൻ 45 വയസ്സിന് മുകളിലോട്ടുള്ളവർ ഇതിലുള്ളൂ എന്ന് പറയുമ്പോ തൊട്ടടുത്തൊരു ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ടേ ഒരു ചിരി, നിങ്ങൾക്ക് അത്ര ആയില്ലല്ലേ എനിക്ക് തോന്നി. അല്ല, വേറെ കാര്യം എന്താ അറിയാമോ, പണ്ട് കുറച്ചു കാലം മുമ്പ് നമ്മളൊക്കെ ട്രൂപ്പിൽ കഴിയുന്ന സമയത്ത് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ഒരു സീസണിൽ 150-200 പരിപാടികൾ ഈ പുലിപ്പാറ നമ്മളൊക്കെ ഒരുമിച്ച് പരിപാടി കളിച്ചിട്ടുള്ളത്. ഇന്നെന്ന് പറഞ്ഞാൽ അത്രയും ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ തന്നെ ഈ ഇതൊക്കെ ചാനലുകളൊക്കെ വന്ന് ആൾക്കാർ നേരിട്ട്, അതായത് ഉത്സവപ്പറമ്പിൽ ആള് കുറഞ്ഞ്, പണ്ട് പേപ്പറും വിരിച്ച് ഫ്രണ്ടിൽ ചപ്പടഞ്ഞിരുന്നാണ് പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ കസര ഇട്ടിട്ട് കൊടുത്താലും ആൾക്കാർ വന്ന് കാണാതിരിക്കില്ല. കാരണം അവർ ഫോണിൽ കാണാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്, TV കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കുറഞ്ഞു, അല്ലേ അണ്ണാ? കുറച്ച് ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആൾക്കാർക്ക് സമയമില്ല ഒരു ഫാമിലി ആയിട്ട് പുറത്തു പോവുക. ഒരു സപ്പോസ് വൈഫ് ഫ്രീ ആണെങ്കിൽ ഹസ്ബൻഡ് ഇല്ല, കുട്ടികൾ ഫ്രീ ആണെങ്കിൽ അച്ഛനമ്മ ഫ്രീ ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു മാതിരി, പണ്ട് എങ്ങനെയായിരുന്നു, ഒരു ഫുൾ നമ്മൾ തറവാട് മുഴുവൻ ഒരു ഉത്സവത്തിന് പോവാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമില്ലല്ലോ, നമുക്കും സമയമില്ലല്ലോ. അതെ അതെ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, അഖിലേട്ടനും കുട്ടികളും അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും പരിപാടി പൊളിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അതിന്റെ ശേഷമുള്ള കാര്യം ആരെങ്കിലും ഒരു ചേട്ടൻ ഒന്ന് പറയണം കേട്ടോ. അനുഭവസ്ഥരാണ്. നമ്മളെ കൊടുത്ത പരിപാടികളിൽ പൊളിഞ്ഞു പോയിട്ട് ഓടിച്ചിടിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുള്ളതാണ്. പൈസ കിട്ടില്ല, പൂട്ടിയിടും. അതെ, പൂട്ടിയിടും, ഉറപ്പാണ്. എന്തെങ്കിലും കാരണവശാല് പരിപാടി പൊളിഞ്ഞു പോയാൽ തീർച്ചയായിട്ടും അവര് ഇടി ചിലപ്പോ കിട്ടില്ല, പക്ഷെ പൂട്ടിയിടും. പൂട്ടിയിട്ടുണ്ട്. പൂട്ടിയിട്ടിട്ടുണ്ട്.
ഇപ്പോഴും ചെയ്യോ? ഇപ്പോഴും ചെയ്യോ? ഇപ്പൊ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഈ പരിപാടി പൊളിഞ്ഞു പോയാലല്ല, ചിലപ്പോ ഈ വൈകി എത്തുന്ന ആ അവസ്ഥയിലൊക്കെ ഉണ്ടാവുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ പ്രതികരിക്കാറ്? എന്താ ഇപ്പൊ അതിന് ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാറ്? അതിൽ ചെയ്യാനായിട്ട് വേറൊരു മാർഗം ഒന്നുമില്ല. പിന്നെ പറയുന്നുണ്ട് അവര് ഒരു ആക്രമിക്കുക അല്ലെങ്കിൽ ഇടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അവർ കുറെ നേരം കഴിയുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കി നമ്മളെ തുറന്നു വിടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് പ്രോഗ്രാംസ് അല്ലേ ഇവർക്ക് കിട്ടട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും ഇവരിവിടെ ഉള്ളത് കൊണ്ടേ നമുക്ക് ഇവർക്ക് വേണ്ടി ഇവിടെ ഒരു പരിപാടി ബുക്ക് ചെയ്താലോ? തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് നൈറ്റ് ആണ്. അത് ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവരിൽ ഒരാളുടെ ഫസ്റ്റ് നൈറ്റ്. അങ്ങനെയാണെങ്കിലോ? ഞങ്ങൾക്ക് താല്പര്യമുണ്ടല്ലേ? കണ്ടുവെക്കാം അല്ലേ? അപ്പൊ ഒരു പ്രോഗ്രാം ഏജന്റിന്റെ ഫസ്റ്റ് നൈറ്റ്. അയ്യോ, എല്ലാവർക്കും ആദ്യ രാത്രിയാണേ, എനിക്ക് ആദ്യ രാത്രിയാണ്. എന്റെ ഏജൻസിയിൽ നിന്ന് 2 ഗാനമേള ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്താവോ എന്തോ. ഞാനേ രവി അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ രവി അണ്ണാ, എന്താ അണ്ണാ ഫസ്റ്റ് പരിപാടി തുടങ്ങിയാ? ഇല്ല ഇല്ല അണ്ണാ, അതൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടുത്തെ പരിപാടിയുടെ കാര്യം എന്തായി? അടിപൊളിയല്ലേ? സമാധാനം. ഇപ്പൊ സെക്കൻഡ് പരിപാടിയാ? എത്തിയിരിക്കുമല്ലോ. നിങ്ങൾ വിളിച്ചായിരുന്നു അണ്ണാ? ഓക്കെ ആണല്ലേ? ഓ ശരിയാണ്. താങ്ക് യു. അതൊരു സമാധാനമായി കേട്ടോ. ചേട്ടാ ആ അല്ല, കമ്മലുണ്ട്, മാലയുണ്ട്, പിച്ചിപ്പൂ, സെറ്റ് സാരി, ഗ്ലാസ്, ചെരുപ്പ്. അപ്പൊ എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. പിന്നെ അഡ്വാൻസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഒരു സൈൻ ചെയ്യണം കേട്ടോ, എന്നാലേ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടാ എന്തോ ചോദിക്കുന്നേ? അല്ല, ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സൈൻ ചെയ്തിട്ടോ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയില്ല. എന്നാ എന്റെ മനസ്സിന് ഉറപ്പ് വരുള്ളൂ, അതുകൊണ്ടാ. ഈ പുലിപ്പാറ ജയകുമാറണ്ണനാണ് ഈ കല്യാണം ഒപ്പിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടി കേട്ടാ. എന്നാലും ഒരു വിറയലുണ്ട്. ഈ പുലിപ്പാറ ജയകുമാറണ്ണ ആരാണ്? ബന്ധുവാണോ? എന്റെ അകന്നൊരു ബന്ധുവാ. അകന്ന ബന്ധുവാണല്ലേ? ചുമ്മാ അല്ല ഓഡിറ്റോറിയത്തിൽ ഒന്ന് അകന്നിരുന്നത്. അതെ, പാല് ഏത് ട്രൂപ്പിലായിരുന്നു? ആദ്യത്തെ പ്രോഗ്രാമാണോ? അല്ലല്ല, ആദ്യത്തെ കല്യാണമാണോ? അല്ലല്ല, ഈ സീസണിലെ എത്രാമത്തെ ആദ്യ രാത്രിയാ? ഒരു കാര്യം ഞാൻ പറയാം, നല്ല പരിപാടിയാണെങ്കിൽ ഈ സീസണിൽ ഞാൻ ഒരുപാട് പ്രോഗ്രാം തരും. 100 പരിപാടി വരെ തരും. ചേട്ടാ എന്തോ സീസൺ പരിപാടി എന്തൊക്കെയായി പറയുന്നത്? സംഭവം വേറെ ഒന്നുമല്ല, ഞാനൊരു 18 വയസ്സുകൊണ്ട് ഈ പ്രോഗ്രാം ഏജൻസി ഫീൽഡിലായിരുന്നേ. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഇമാതിരി വാക്കുകൾ ഒരു ക്ഷമിക്കണം. സോറി പ്ലീസ്. അതായിരുന്നോ? അതെ, ഒരു 2 മിനിറ്റ് ഒന്ന് കൂളായ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടെൻഷൻ ഒന്നും അടിക്കാൻ. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഇതൊക്കെ ചേട്ടൻ നടത്തിയ പ്രോഗ്രാംസ്? ഇതെല്ലാം ഞാൻ കൊടുത്ത പ്രോഗ്രാമുകളാണ്. ചെയ്യുന്നുണ്ടോ ഒരു 100-150 പ്രോഗ്രാം ഒരു സീസണിൽ കിട്ടും. അതെല്ലേ? ഈ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ഷോസ്? സെലിബ്രിറ്റീസുകളെ വെച്ചല്ലേ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത്. ആണോ? ഇപ്പൊ ആരുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ വെറൈറ്റി പരിപാടി കുട്ടിയകലിന്റെയാണ്. ഹൊറർ ഷോ. ഹൊറർ ഷോയോ? ഈ ഹ്യൂമർ ഷോ എന്ന് പറഞ്ഞാണ് ഇവർ തുടങ്ങുന്നത്. അവസാനം ഹൊറർ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം പോസ്റ്ററിലൊന്ന് മാറ്റി പോയി ഹൊറർ ഷോ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ചിലപ്പോ അവസാനം ഹ്യൂമർ ഷോ ആയാലും വേറെ ആരുടെ ഉണ്ട്? പിന്നെ ആലീസിനെ വെച്ചിട്ടൊരു നൃത്ത നാടകം ഉണ്ട് കേട്ടോ. ആണോ? ബാലെ പോലെ? അതെ അതെ അതെ. ക്യൂട്ട്നെസ്സും മേക്കപ്പും പിന്നെ ഞാനും. അത് നല്ല രസമുണ്ട്.
പിന്നെ നമ്മുടെ ശ്രീവിദ്യയുടെ കഥാപ്രസംഗമുണ്ട്. ശ്രീവിദ്യ കഥാപ്രസംഗമൊക്കെ പറയും ചേട്ടാ. കഥാപ്രസംഗം പറയും. ആ കഥ എന്താ? ഒരു കഥയില്ലാത്ത കൊച്ച. അതല്ല ഞാൻ ചോദിച്ചത്, കഥാപ്രസംഗത്തിന്റെ കഥ എന്താ? 101 മണ്ടത്തരങ്ങൾ. ക്യൂട്ട് ക്യൂട്ട്. വേറെ നമ്മുടെ പിന്നെ നമ്മുടെ അഖിൽ കവലൂരിന്റെ MG ലാൽ ഷോ ഉണ്ട് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ MG ലാൽ ഷോയോ? MG ലാൽ ഷോന്റെ ക്യാപ്ഷൻ തന്നെ MG ലാൽ ഷോ വീതിയിലും വണ്ണത്തിലും. അങ്ങനെ. അത് അടിപൊളി അടിപൊളി അടിപൊളി. പിന്നെ നമ്മുടെ ഡയാന കൊച്ചി. ഡയാനയാണ് ഈ പ്രാവശ്യം വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞത്. പിന്നെ ഡയാനെ വെച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? വലിയ പാടാ. ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ ദുബായിലായിരിക്കും, മറ്റന്നാ ഇംഗ്ലണ്ടിലായിരിക്കും, അന്ന് വൈകിട്ട് വെണ്ണലേക്കനാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പ്രോഗ്രാം കൊടുക്കുമ്പോ പിന്നെ നമ്മളൊരു കാര്യം, നമ്മൾ പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ജീവനുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിലാണെങ്കിലും വന്നിരിക്കും. അതിന് ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങളൊക്കെ കാണും. ഒരുപാട് EMI ഒക്കെ അടയ്ക്കാറുണ്ട്, അതുകൊണ്ട് ഓടി നടന്നേ പറ്റുള്ളൂ. പിന്നെ വേറെ ഈ സീസണിൽ ഞാൻ കൊടുക്കുന്ന വെറൈറ്റി പരിപാടി എന്ന് പറഞ്ഞാൽ എലീനയുടെ റോപ്പ് ഡാൻസ്. അതായത് മുമ്പ് എയറിലൊക്കെ പോകുമായിരുന്നു, ഇപ്പൊ നിലത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു ആഗ്രഹം എയറിൽ കിടന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ റോപ്പ് ഡാൻസ് ചെയ്യുവാണ്. അടിപൊളി അടിപൊളി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടാ, ഈ ഓഡിയൻസ് വരുന്നത് നോക്കി ഇന്ന പ്രോഗ്രാം വൈകും. നമുക്ക് ഭക്തിയാനോട്ട് തുടങ്ങിയാലാ? എന്നാ ഈ പാല് കുടിക്കാം. പാല് കുടി. അയ്യോ എന്തു പറ്റി പെട്ടെന്നൊരു തുമ്മല്? ഗാനമേള തുടങ്ങി. അപ്പൊ തന്തയ്ക്ക് വിളിയും തുടങ്ങി, ഗാനമേള പൊളിഞ്ഞ്. സത്യം. നാരായണേട്ടാ പറയട്ടാ. ഓ എന്ത് പരിപാടി നീ ഞങ്ങൾക്ക് തന്നത്? ഗാനമേള അത് പൊളിഞ്ഞ് പൊളിഞ്ഞാ? ട്രാക്ക് ഒരു വഴിക്ക് പോയി, പാട്ട് വേറൊരു വഴിക്ക് പോയി, പാട്ടുകാരൻ മറ്റൊരു വഴിക്ക് പോയി, കമ്മറ്റിക്കാർ വേറൊരു വഴിക്ക് പോയി. അല്ല ചേട്ടാ, ഞാൻ പോയി കണ്ടിട്ട് നല്ലതായോണ്ടാണ് ചേട്ടാ പ്രോഗ്രാം ഞാൻ അവിടെ തന്നത്. അതുകൊണ്ടാ. അല്ല, ആദ്യത്തെ പാട്ട് കുഴപ്പമില്ലായിരുന്നു. രണ്ടാമത്തെ പാട്ട് പാടാൻ കയറി ബിജു ചക്കുവള്ളിയാ? അവൻ കേറിയത് മൊത്തം കൊളാക്കി കളഞ്ഞില്ലേ? അയ്യോ, ബിജു ചക്കുവള്ളിന്ന് നമ്മളെ പരിപാടിയിൽ ഇല്ല കേട്ടോ. ഞാൻ രവിചേട്ടൻ ഒന്ന് വിളിക്കട്ടെ, ഞാൻ ഇപ്പൊ വിളിക്കാം അങ്ങോട്ട്. എന്താ ഏട്ടാ പ്രശ്നം? നമ്മൾ കൊടുത്ത ആദ്യത്തെ പരിപാടി ഇല്ലേ, അത് പൊളിഞ്ഞ്. അയ്യോ കുഞ്ഞ് കിടന്നോട്ടെ, ഇത് സമയം എടുക്കും. ഹലോ രവിയണ്ണ, കുതിരപ്പുറത്ത് പോണ അണ്ണാ? അല്ല, ഓടുന്നത്. അണ്ണാ ഈ ബിജു ചക്കുവള്ളി എങ്ങനെയാണ് നമ്മളെ പരിപാടിക്ക് വന്നത്? ബിജു ചക്കവള്ളി മാറട്ടെ. ബിജു ചക്കവള്ളി എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാല്, സുരേഷ് കല്യാണിയാണ് നാം പാടുന്നത്. ഓ, സുരേഷ് കല്യാണി. സുരേഷ് കല്യാണിക്ക് സിനിമയെ പാട്ട് പാടാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കല്യാണി വന്നില്ല. അപ്പൊ ഞാൻ ബിജു ചക്കവള്ളി അടുത്ത് പറഞ്ഞ് ഒരു ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഗസ്റ്റ് ഇല്ലാതെ ബിജു ചക്കവള്ളി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അവൻ പറയുന്നു അവൻ കയറി പാടിക്കോളാന്ന്. അവൻ ആരെങ്കിലും സ്റ്റേജിനകത്ത് കേറ്റുവോ? ഞാൻ പറഞ്ഞ് അവ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേജിൽ കയറി പാട്ട് പാടിയതാണ് ഇത്രയും വിഷയം ഉണ്ടായത്. ആണാ? ആകെ പ്രശ്നമായല്ലോ. ഇപ്പൊ എന്തോ ചെയ്യും? ആട്ടെ, ബിജു ചക്കവള്ളിയോടെ? ബിജു ചക്കവള്ളി കമ്മിറ്റിക്കാർ ഓടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആണോ? നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ഞാൻ നോക്കട്ടെ. നാഗർകോവിൽ. നാഗർകോവിലാ? ആലപ്പുഴ പരിപാടി നടന്ന നിങ്ങൾ നാഗർകോവിൽ എങ്ങനെ എത്തിയെന്നാ? തമിഴ്നാട്ടിൽ കിട്ടണ ബസ് കയറി വേണം. എനിക്കറിയാൻ വയ്യ. ചേട്ടാ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളെ പരിപാടിയിൽ ഒരുത്തൻ എന്തോ വേറെ പ്രോഗ്രാം കിട്ടിയോണ്ട് വേറൊരുത്തൻ വന്ന് കാണാൻ വന്നിട്ട് അവൻ കയറി ഒരു പാട്ട് പാടി. അതെ, നമുക്ക് പാല് കുടിക്കാം. പാല് കുടിക്കണമെന്നും അല്ല ഇപ്പൊ നടക്കാൻ പോണം. ഞാൻ ഒന്നും നടക്കത്തില്ല, അതുകൊണ്ടാ. എന്തേ? അല്ല, ഇത് പ്രശ്നമാണ്, അതുകൊണ്ടാ. അല്ലേ പാല് കുടിക്കല്ലേ? ഇത് പിടിച്ചാണ് ആരീ സമയത്ത് തുറന്നു. ഗംഗേ 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 ഗംഗേ. എടാ ബിജു ചക്കവള്ളി, നീ എന്താ എന്റെ സ്റ്റേജ് കയറി പാട്ട് പാടാൻ പോയത്? അത് പാട്ട് പാടിയത് തെറ്റാണ്. നല്ല പാട്ടാണ് പാടിയത്. എടാ, നിന്നെ ആരെങ്കിലും പരിപാടിക്ക് വിളിച്ചായിരുന്നാ? അടിക്ക് വിളിച്ചില്ല, അല്ലെ ഞാൻ കയറി പോയത്. എന്ത് ചെയ്യും? എടാ, പരിപാടി കാണാൻ വന്ന മര്യാദയ്ക്ക് പരിപാടി. എന്നിട്ട് നീ ഇങ്ങോട്ട് ഓടി വന്ന എന്തിന്? ഇങ്ങോട്ട് ഓടി വന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വഴി അറിയാവൂ, എനിക്ക് വേറെ റൂട്ടൊന്നും അറിഞ്ഞൂടാ. ആണോ? ഞാൻ സ്നേഹത്തോടെ നിന്നോട് ഒരു കാര്യം ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? അത് പറ. സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മറ്റിക്കാര് അലമ്പാണ്. ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ചെന്നിരുന്നപ്പോ അവര് പറയുന്നത് ഭജന വെച്ചാൽ മതിയായിരുന്നു, ഭജന വെച്ചാൽ മതിയായിരുന്നു. ഗാനമേളയല്ലേ ബുക്ക് ചെയ്തത്.
ഞാൻ വിടൂ സ്റ്റേജിൽ കയറി സർപ്രൈസ് കാണിച്ചു കൊടുത്തു. സർപ്രൈസാ? ഓ ഞാൻ മണിച്ചേന്റെ പാട്ടല്ലേ പാടുന്നത്. ഓ. ഞാൻ ഭജന മിക്സ് ചെയ്തങ്ങ് പാടി. മണിച്ചേട്ടന്റെ പാട്ട് എങ്ങനെയാ ഭജനാണൊക്കെ പാടുന്നത്? പാടിത്തരാം. 1 2 3 4. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട ഓമനപ്പുമുഖം പാടിടേണ്ട ഓമനപ്പുമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ട് തോരുമ നൽകാം. ടെമ്പളലി കോവിലാടും പീലി കവടി കൈ കുമ്മിയടി ചാടാൻ വന്നു വേലവൻ മന്ദഹാസമോടെ നെയ്മോദകത്തെ തേടി തുമ്പിതുള്ളി കളിയാടും കൈലാസബാലൻ. ഇതല്ലേ ഈ പാട്ട്? എടാ നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? കുറച്ചാ? എടാ നീ മദ്യപിക്കുന്ന പരിപാടി ഇല്ലായിരുന്നല്ലേ? ഇടയ്ക്കടിക്കും. ഇടയ്ക്കാ? ഇടയ്ക്കിടയ്ക്ക് അടിക്കും. ഇടയ്ക്കിടയ്ക്കാ? ഇടയ്ക്കിടയ്ക്ക് അടിക്കും. ഇടയ്ക്കൊക്കെ അടിക്കോ? ഇടയ്ക്കിടയ്ക്ക് അടിക്കും. എന്റെ ഭഗവാനെ. എടാ നീ ഒരു കാര്യം മനസ്സിലാ, കമ്മറ്റിക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്, അവന്മാരെ നിന്നെ കിട്ടുമെങ്കിൽ ഇന്ന് തീർക്കും. ഈ പാട്ട് പാടിയല്ല എന്നെ വെളിയിലാക്കിയത്. വേറെ പാട്ട് പാടിയപ്പോഴാണ് എന്നെ പുറത്താക്കിയത്. ഏത് പാട്ടാ വേറെ? അതെന്ന് വെച്ചാൽ മറ്റേ ജയറാം ഭട്ടിന്റെ സിനിമയിലെ നായിക ഇല്ലേ, നായിക കസ്തൂരി മണക്കുന്നല്ലോ എന്ന പാട്ടാണ് ഞാൻ പാടിയത്. അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ ഫുഡ് കഴിച്ചപ്പോഴേ വയറിനെന്തോ പറ്റി. പക്ഷെ ഞാൻ കയറി പാടാൻ വേണ്ടി കയറി നിന്ന് മ്യൂസിക് ഇങ്ങ് തുടങ്ങി. പക്ഷെ വയറിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പാട്ട് പാടി ചെറിയൊരു അക്ഷരപ്പെശക് വന്നുപോയി. എന്തോ അക്ഷരപ്പെശക്? കസ്തൂരി മണക്കുന്നല്ലോ എന്നാണ് പാടേണ്ടത്. കസ്തൂരി മണക്കുന്നല്ലോ നായി. എന്തിനാ നീ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ആ കമ്മറ്റിക്കാർ നിന്നെ കിട്ടിയ തിന്നു ഞാൻ പറഞ്ഞു. അതാണ് ഞാൻ പറയാം. അതൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഇവിടെ കയറി കിടക്കാം. നമ്മുടെ ആദ്യ രാത്രിയാണ്. 3 hour കിടക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചേച്ചി വെളിപ്പിൽ കിടാം, ഞങ്ങൾ ഇവിടെ കിടക്കാം. ഇല്ല വേറെ കാര്യം ചെയ്യും, ചേച്ചി തറ കിടാം, ഞങ്ങൾ കിടക്കാം. ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോ മര്യാദ ഇറങ്ങിപ്പോ. കമ്മറ്റിക്കാർ എവിടെ? ഞാൻ ഇവിടെ വിളിക്കാം. മഹേഷേ, എന്ത് പരിപാടിയാണ് നിങ്ങൾ കാണിച്ചത്? ചേട്ടാ സംഭവിച്ചത് അല്ലല്ല, എനിക്ക് വേറെ ഏജൻസികൾ ഇല്ലാണ്ടല്ല ബുക്ക് ചെയ്യാൻ, മനസ്സിലായില്ലേ? ചേട്ടാ വർഷങ്ങളായിട്ട് നിങ്ങളെ പ്രോഗ്രാം ഞാനാണല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ കേക്ക്. അതായത് മെയിനായിട്ട് പാടാൻ വരുന്നവന് സിനിമയിലാകേണ്ട ഒരു പാട്ട് പാടാനായിട്ട് പോയപ്പോൾ പകരം ആ ബിജു ചക്കുവള്ളി കാണാൻ വന്നതാണ്. അവൻ കയറി പാടിയതാണ്. പ്ലീസ് 2 കരക്കാർ നടത്ത പരിപാടി. മനസ്സിലായി. നമുക്ക് ഉള്ള ചീത്ത മുഴുവൻ കിട്ടി. ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളെ ഉത്സവം നടക്കുമല്ലോ. അപ്പൊ ഈ അതേ റേറ്റിന് ഞാൻ വേറെ നല്ലൊരു പരിപാടി നാളെ അറേഞ്ച് ചെയ്തു തരാം. അത് വേണ്ട, നീ വിളിച്ച അവനെ കിട്ടും, അവന് കിട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ. ചക്കുവള്ളി അവനെ വിളിക്കുക, അവൻ കിട്ടിയിട്ട് നമ്മൾ പോകുള്ളൂ. എന്റെ ആദ്യ രാത്രിയാണ് ചേട്ടാ, പ്ലീസ് ചേട്ടാ മനസ്സിലാക്കണം. എന്റെ ആദ്യ രാത്രിയാണ്. അത് പറ്റില്ല. അവനെ കിട്ടി, നീ വിളിക്കവനെ, അവൻ വരട്ടെ. നിന്റെ കയ്യിൽ അവന്റെ നമ്പർ ഇല്ലേ? നമുക്ക് സംസാരിക്കാമല്ലോ, ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. ചേട്ടാ നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും മര്യാദയുണ്ടാ? ഇന്ന് ഈ മനുഷ്യന്റെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഇതിനകത്ത് കയറി വന്നിട്ടാണ് നിങ്ങളുടെ ഈ പ്രഹസനം മുഴുവനും കാണിക്കേണ്ടത്. അങ്ങനെ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പരിപാടി കൊളവാക്കിയത് അങ്ങേരല്ലോ, അത് അവതരിപ്പിക്കാൻ വന്നവരല്ലേ. അപ്പൊ അവരോട് പോയി ചോദിക്കണം. അല്ല പെങ്ങളെ, ഞാൻ ആദ്യ രാത്രി കൊളാക്കാൻ വന്നതല്ല. പിന്നെ ഇതിനകത്ത് കയറി ഇവിടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ അത് നാട്ടുകാരെ ഇന്ന് പിരിവെടുത്തിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി വെച്ചത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മളാകെ നാട്ടുകാരുടെ മുമ്പിൽ നാറിപ്പോയില്ലേ. അതുകൊണ്ട് തന്നെ ആ ചക്കുവളി നാറിനെ കിട്ടാണ്ട് നമ്മൾ പോവില്ല കേട്ടാ. ചേട്ടാ ഞാൻ അത് മനസ്സിലാക്കി തരാം നീക്ക്. ചെയ്യാന്ന് അറിയുമോ? എവിടെ കിടന്ന് പുഴു അടിക്കുന്നു. ആ കമ്മറ്റിക്കാർ പറഞ്ഞിട്ട് പോയി നീ കേട്ടാ. നാട്ടുകാരെ പിരിവെടുത്താണ് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒരു പ്രോഗ്രാം വയ്ക്കുന്നത്. നീ മനസ്സിലാക്കണം, അവരുടെ ആഘോഷത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ കയ്യിലുള്ള പൈസക്ക് നമ്മളൊരു നല്ല പ്രോഗ്രാം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഏജൻസിക്കാരൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മള് നിങ്ങളെയൊക്കെ വിശ്വസിച്ചൊരു നല്ല പ്രോഗ്രാം കൊടുക്കും. അപ്പൊ നീയൊക്കെ അവിടെ കള്ളും കുടിച്ച് എന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതേ ശരിയാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കും. എടാ, ഒന്നാമതേ സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഇല്ല, കുറച്ച് പ്രോഗ്രാമുണ്ട്. അത് നന്നായിട്ട് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ എന്തിനാ പോണത്? വേണ്ടാന്ന് വയ്ക്കണം. വേറെ ജോലിക്കൊന്നും പോകാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, നമുക്ക് ഈ കലയും കലാകാരന്മാരുടെ ഒക്കെ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നത്. നിനക്കൊരു കാര്യം അറിയാവോ? നീയൊക്കെ ഈ പ്രോഗ്രാം ചെയ്യുമ്പം ഞാനൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല, ഉറക്കമില്ലാണ്ടിരിക്കും ഇത് എന്തായെന്നറിയാനായിട്ട്. അപ്പം ഞങ്ങളെ ഉറക്കമൊഴിച്ചില്ലായത്, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നന്നായിട്ട് പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പോയി ചെയ്യണടാ. എന്തിനടാ ഈ ഫീൽഡിനെ നശിപ്പിക്കുന്നത്? എന്നാ ഞാൻ ഒരു കാര്യം ചെയ്താലേ, വെള്ളമൊന്നും അടിക്കാതെ നേരെ സ്റ്റേജിൽ പോയിട്ട് കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് നേരെ അങ്ങ് പാടിയാലോ?
എടാ ഞാൻ നിന്നോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടാ. നീ പാടാതിരുന്നാൽ നിനക്ക് മാത്രമേ നഷ്ടം വരുന്നുള്ളൂ. പക്ഷെ നീ പാടിയാൽ ഈ നാട്ടിലെ മുഴുവൻ കലാകാരന്മാർക്കും നഷ്ടം വരും. ഓർത്താ നല്ലത്. Cutie the Hand Wash presents Comedy Masters, co-presented by SLBS Marklens, powered by Amruthaveni Life Kit and co-powered by Rajakumari Group. ചേച്ചി മണി സ്കിറ്റ് ഇറക്കാൻ സമയമായിരിക്കുകയാണ്. ആരിറക്കിയാലും നല്ല അടിപൊളിയായിട്ടും തന്നെ ഇറക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറക്കും. അടിപൊളിയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇറക്കും. പിന്നെ തീർച്ചയായിട്ടും അടിപൊളി ആവണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങണമല്ലോ. അതത്രേ ഉള്ളൂ. അതായത് ഒരു കുടുംബത്തിൽ നടക്കുന്ന പച്ചയായ ജീവിതാവിഷ്കാരമാണ് നമ്മൾ അടുത്ത സ്കിറ്റായിട്ട് കൊണ്ടുവരുന്നത്. ആയിക്കോട്ടെ. ഈ സ്കിറ്റിന് വേണ്ടി ഇവിടെ വരുന്നത് ആർക്കെയാണെന്ന് അറിയാമോ? ഇല്ല, പറയൂ. ആലീസ് പഴം പുഴുങ്ങിയ പോലെ ഇരിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. ആരൊക്കെയാണ് അവർ? അപ്പോ പച്ചയായ ജീവിതാവിഷ്കാരമായിട്ട് വരാൻ വേണ്ടി പോകുന്നത് രഞ്ജിഷ്, ജയേഷ് ആൻഡ് അഞ്ജനശ്രീ. ചേച്ചി ബാറ്ററി ഓൺ ചെയ്യൂ. ഓൺ. യെസ്, കാണാം ഒരു സൂപ്പർ ഡൂപ്പർ സ്കിറ്റ്. ഭയങ്കര ഗമാണ്. എലീനെ എന്റെ ഈ സാരി എങ്ങനെ ഉണ്ടടാ? ശ്രീവിദ്യ മാലയോ? പിന്നെ അല്ല, ഈ സ്റ്റെല്ല ഇന്നൊരു കലക്കും. ആക്ച്വലി ഞാനും എന്റെ ഹസ്സും കൂടെ ക്ലബിലെ മീറ്റിങ്ങിന് പോവാടാ. എന്റെ ഹസ്സിനെ അറിയില്ലേ? സ്ഥലം എസ് ഐ ഇരുമ്പൻ ജോണി. പക്ഷേ കറക്റ്റ് സമയത്ത് ഞാൻ ക്ലബിലെത്തിയില്ലെങ്കിലേ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ കേറി അങ്ങ് ഷൈൻ ചെയ്യും. ഞാൻ സൂസമ്മ മാഡത്തിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, സ്റ്റെല്ലാണേ. യെസ് മാഡം, ഞാൻ ഹസ്ബൻഡ് കറക്റ്റ് സമയത്ത് തന്നെ എത്തും. പുള്ളി ഒരു SI ആണെങ്കിലും ഭയങ്കര ക്യൂട്ടാ. എന്തര് ചൂട്ടാ? ചൂട്ടും കൊണ്ട് എത്തോന്ന് ഞാൻ പൊങ്കാലിടാ പോന്നോ? വെക്കോട്ടെ പിള്ളേ. എന്തോ? എന്റെ പാന്റ് എവിടെ? അകത്തുണ്ട്. എന്റെ ബെൽറ്റ് എവിടെ? അകത്തുണ്ട്. ബൊക്കിൾ എവിടെ? അത് വയറ്റിലില്ലയോ? അതല്ല, ബെൽറ്റിന്റെ ബക്കിൾ എവിടെ? ചേട്ടാ അത് അവിടെ ഉണ്ട്. എന്റെ കൺമഷി എവിടെ? ഇങ്ങർക്ക് എന്തൊരു കൺമഷി തേർച്ച് നിങ്ങൾ എന്ത് ഡാൻസ് കളിക്കാൻ പോന്നാ? എന്റെ മീശ കറുപ്പിക്കാനുള്ള കൺമഷി നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്റെ ടൂൾസ് ഒന്നും എടുത്ത് മാറ്റി വെക്കരുതെന്ന് കേട്ടോ. എന്റെ ഷർട്ട് എവിടെ? ഷർട്ട് നിങ്ങളെ കൂതറ സ്വഭാവം കാരണം വാങ്ങിച്ച കടയിലോട്ട് തന്നെ തിരിച്ചു കയറി പോയി കാണും. ആദ്യം കയറ്റി വെക്കാൻ വേണ്ടിട്ടാണ് ഇവളെ ഇറക്കി വിട്ടത്. ഇവളെ ആദ്യമേ ഇറക്കി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലബിലെ മീറ്റിങ്ങിനാ നമ്മള് പോന്നെ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുടിച്ചിട്ട് അവിടെ കിടന്ന് ആടരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ കിടന്നിങ്ങനെ ആട്ടിയിട്ട് അവിടെ പോയി കുടിക്കാം. അതല്ല, എന്റെ കുറച്ച് നല്ല പെർഫോമൻസ് ഉണ്ടെന്ന്. അയ്യോ, ഇവളാ പെർഫോമൻസ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലബിന്റെ വാർഷികത്തിന് കുറെ പെർഫോമൻസ് ഉണ്ടായിരുന്നു നിന്റെ. അയ്യോ, എന്തായിരുന്നു കുഴപ്പം? ഞാൻ പുലിമുരുകനായിട്ട് സ്റ്റേജിൽ കയറി കാലക്കിയില്ലേ? ലാലേട്ടനായിട്ട് ഞാൻ ഫ്ലോറിൽ വന്ന് നിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അത് പുലിമുരുകനായിരുന്നു. ഞാൻ വിചാരിച്ച് കറണ്ട് അടിച്ച് കാക്കസയായി ചത്തു കിടക്കണം. നിങ്ങൾ ഇത് പറയും, അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഫിഗർ പിടിച്ചിരിക്കുന്നത്. രതി നിർവേദത്തിലെ ശ്വേതാ മേനോൻ. ചെല്ലു കയറിക്കൂടെ, ചേച്ചിയുടെ കൈയിരിക്കണം മണിക്ക് ഇനി ഒരു പടിയായി തലമണ്ട അടിച്ച് പൊട്ടിക്കോ. ഞാൻ ഫിഗറിൽ ഒരു അല്പം താഴ്ന്നു പോയാലും ചേച്ചിയുടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് കേറ്റി വെക്കും. എന്താ മണി അടിച്ചത്? അത് വെച്ചപ്പോ കൂട്ട മണിയായിരിക്കും തലയിൽ. പക്ഷെ എന്റെ കാവ്യമാധവൻ ക്ലബില് ഭയങ്കര അഭിപ്രായമായിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങളൊരു കാവ്യമാധവന്റെ വോയിസ് ഉണ്ടായിരുന്നു, അത് പറയാ കേക്കട്ടെ. എന്തോരോ ആളുകളാ ഇവിടെ. സത്യം, നമ്മള് ക്ലബിൽ എത്തിയത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇവളെ കാവ്യമാധവൻ കഴിഞ്ഞതും 18 ഡിസ്പോസിബിൾ ഗ്ലാസും ഞാനും മാത്രം. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് കുറ്റവാ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഞാനൊരു കവിത കുത്തിക്കുറിച്ചു. വേറൊരു കാര്യം സ്റ്റെല്ല, കവിത ആലപിക്കുമ്പോ ക്ലബിലുള്ള മെമ്പേഴ്സിന്റെ പേരും കൂടെ ചേർക്കണം, എങ്കിലേ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്റെ കവിതയുടെ പേര് തിളയ്ക്കുന്ന പായസം. അപ്പൊ ചൂടോടെ കിട്ടും. തിളക്കട്ടാ? അടുപ്പിൽ പായസം തിളയ്ക്കുന്നു. റോട്ടി പായസം തിളയ്ക്കുവോ? അത് കണ്ട്
കണ്ട് വിജയൻ സാറ് തിളയ്ക്കുന്നു. സെക്രട്ടറി. അത് കണ്ടു കൂടെ സെബാസ്റ്റ്യൻ സാറ് തിളയ്ക്കുന്നു. ഖജാൻജി. ഇത് കണ്ട് ഞാൻ എങ്ങനെ തിളയ്ക്കാതിരിക്കും? ഞാനും കളകള കളകള തിളയ്ക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ തിളപ്പ്? ഇത് ചില്ലറ തിളപ്പൊന്നും അല്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഈ മനുഷ്യന്റെ കുറ്റവാ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛനെ പറഞ്ഞാ മതി. അച്ഛനാണല്ലോ ലക്ഷങ്ങൾ വാരി വീശി നിങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നത്. ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് ഒരു കാര്യം പുറത്ത് പറയാൻ പാടില്ല, എന്നാലും പറയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ കുക്കറിനകത്ത് ചിക്കൻ വേവിക്കാൻ ഇട്ടപ്പം പുസ് 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 ഒന്ന് 3 പിസിൽ കേട്ട് ആ പിസിൽ കേട്ടപ്പോ എന്റെ പിറകെ ഇറങ്ങി വന്നവളാണ് ഇവള്. എന്നിട്ടാണ് പിന്നെ ഇവളെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം ഓണം ആഘോഷിക്കാൻ പൈസ ഇറക്കാൻ മടിച്ചിട്ട് കലണ്ടറിലെ ആഗസ്റ്റ് മാസം കീറിക്കളഞ്ഞു. എന്നിട്ട് ഇവളടുത്ത് വന്ന് പറഞ്ഞ്, മക്കളെ ഈ വർഷം ഓണം ഇല്ലെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അച്ഛനെ ഒന്നും പറയരുത്. ഉദാഹരണത്തിന് ഞങ്ങളുടെ അച്ഛൻ എന്ത് അരുമയായിട്ടാ ഞങ്ങൾ മക്കളുടെ പേരുകൾ ഇട്ടേക്കെന്നറിയാവോ? കിളികളുടെ പേരിട്ടല്ലേ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ മൈന, എന്റെ ചേച്ചി തത്ത, എന്റെ അരിയത്തി കുരുവി. നിങ്ങൾ ഏത് തെങ്ങിന്റെ പൊത്തിൽ താമസിക്കുന്നത്? ഇതൊക്കെ എവളെ അച്ഛൻ ഒട്ടാപ്പശിയെ പറഞ്ഞാൽ സ്റ്റെല്ലയാണെന്ന് നിങ്ങൾ അറിയും. എല്ലായാലും ഇറച്ചിയായാലും നീ മാറിയില്ല അങ്ങോട്ട്. എന്റെ ഷർട്ട് ഫോണുണ്ട്. ഹലോ, ഇങ്ങേരെ ഫോണിന്നോ? വനിതാ കോൺസ്റ്റബിളിനോ? ഐ ലവ് യു നോ? അയ്യോ, ഇത്ര എന്റെ കെട്ടിയോ പിഴച്ചു പോയേ. എന്തെന്നോ? അപ്പൊ നിങ്ങൾ ഇത്രയും നാൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? കാര്യം പറ. നിങ്ങൾ കേൾക്കണം ചേത ചേച്ചി, ഒരു വനിതാ പോലീസിന് ഇയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഐ ലവ് യു. ഇന്ന് വരെ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയ ഒരു ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ സഹിച്ച് അടുത്ത വനിതാ പോലീസിന് അയച്ചിരിക്കുന്നു. വേറെ വനിതാ പോലീസിന് നാളെ നീ പച്ച ചുരിദാറിട്ട് ഒരു ഫോട്ടോ അയക്കണമെന്ന്. ഒരു ദിവസം ഞാൻ പച്ച ചുരിദാറിട്ട് പോയപ്പോ ഇങ്ങനെ പറയുവാ, പായലടിച്ച് നിൽക്കുന്ന വേലിക്കല്ലേ കയറി പോവാൻ. ഞാൻ ഒരു കാര്യം പറയാം, സത്യമായിട്ടും ഈ ഇരുമ്പൻ ജോണി അങ്ങനെ ചെയ്യൂല. നിങ്ങൾ ഇരുമ്പൻ ജോണിയല്ല, ഞരമ്പൻ ജോണിയാ. വീണ്ടും മൂന്നാമതൊരു വനിതാ പോലീസിന് അയച്ചിരിക്കുന്നു. നാളെ എന്റെ ഭാര്യ ഇവിടെ ഇല്ല, വീട്ടിലോട്ട് വരാൻ. എന്തിനാ എന്തിനാ എന്തിനാ? ഞാനും ഇവിടെ ഇല്ല, എന്തിനാ? ഞാൻ ഒരു കാര്യം പറയാം, നീ കേക്ക്, സമാധാനത്തിൽ കേക്ക്. 2 ദിവസം കൊണ്ട് എന്റെ ഫോണ് ഹാങ് ആണ്. എന്റെ ഫോണ് ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അവന്മാർ എനിക്ക് പണി തന്നതാണ്. അയ്യോ, നിങ്ങളെ ഫോണ് ഹാങ് ആയതല്ല, നിങ്ങള് റോങ് ആയതാ. ചുമ്മാതല്ല ചേച്ചി, ഇങ്ങേർക്ക് എന്റെ തിളപ്പ് ഇഷ്ടപ്പെടാഞ്ഞ് ഇങ്ങേര് വേറെ എവിടോ തിളയ്ക്കാൻ പോയി. അയ്യോ, എന്റെ ഇരുമ്പ് തുരുമ്പായേ. അയ്യോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് നിന്റെ സൗന്ദര്യമല്ലേ വലുത്. ഇത്രേ സൗന്ദര്യമുള്ള എന്നെ കളഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്തിനു പോയി? എനിക്കെന്താ ഒരു കുറവ്? എന്നെ ഇങ്ങനെ കുന്തത്തിന് കുത്തല്ലേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആരോ വിളിക്കണേ, നീ സമാധാനപ്പെട്. തൽക്കാലം ഞാൻ എന്റെ സങ്കടം കടിച്ചമർത്താ. നീ സസ്പെൻഷനിലായ പോലീസല്ലടാ. ഞാൻ സസ്പെൻഷനായ പോലീസുകാരൻ തന്നെ. മേഡം ഇങ്ങ് വാ. ഇരുന്ന സമയത്ത് ഞാൻ പോലും അറിയാതെ എന്റെ തോക്കിന്ന് ഒരു വെടി അങ്ങ് പൊട്ടി. അത് അവന്റെ വിരലും ഉണ്ടായിരിക്കാത്തോണ്ട്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ നിങ്ങൾ പിരിച്ചുവിട്ടത്. അതെങ്ങനെയാണ്? ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഓഫീസറാണ്. ഓഫീസർ തിരിച്ച് ആ ജോലിക്ക് എന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിരന്തരം നിങ്ങളെ ഫോണിൽ വിളിച്ച്, പക്ഷേ നിങ്ങൾ ആ ഫോൺ എടുത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടാ, നിന്നെ ഞാൻ ജോലിക്ക് എടുക്കാം. നീ ഇപ്പൊ ഇവിടെ വേറെ പ്രശ്നം നടക്കുന്നു. ഞാൻ അതിനൊന്നും വന്നതല്ല. സാറിന്റെ ഫോണിൽ നിന്ന് പല പല മെസ്സേജ് എന്റെ ഫോണിലോട്ട് വരുന്നുണ്ട്. മേഡം ഈ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ. ഇങ്ങോട്ട് നീങ്ങിയില്ല കൊടു. നീ എന്തൊരു ക്യൂട്ടാ. ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞിട്ടില്ല. ഹലോ മേഡം, എന്റെ ചുണ്ടിലോട്ട് നോക്കിയേന്. വീടിക്കറ കണ്ടല്ലേ? ആ മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കൂ. നിന്റെ തേൻ കിനിയുന്ന ചുണ്ടുകൾ
എനിക്ക് സ്വന്തം. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും നിങ്ങൾ മെസ്സേജ് അയച്ച് ഞാൻ സഹിച്ച് ഈ കൺഫട കെട്ടവരെ നിങ്ങൾ ഓറഞ്ച് ലെഗിങ്സും പച്ച ബ്ലൗസും ഇട്ട് കാണാനാണ് എനിക്കിഷ്ടം. നീ അങ്ങനെ വരുമോ? എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുത്ത് പറ്റത്തോളൂ തിരിച്ചെടുക്കാം. സാറിന്റെ ഇംഗിതം ഞാൻ സാധിച്ചു തരാം. എങ്ങനെ? ಇದು ನವ ಸುಮಶರವಳ ಇದಲಹರಿ ಸುಖ ನದಿಯಿಲೊಡನು ಪರಶಲಭ ಆಲಸು ಬರು ಉನ್ಮಾದಂ ತರು ಮಧುವಿದು നുകരുകനേ. നല്ല ടൈമിങ്. ഇത് എവിടെ നിന്ന് പഠിച്ചത്? സാറിന്റെ ദാഹം ഇപ്പോഴെങ്കിലും തീർന്നല്ലേ? എന്റെ ഡ്യൂട്ടിക്ക് എടുക്ക് സാറേ. പോടാ വൃത്തികെട്ടവനെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ഇപ്പൊ ഓരോ അമ്പലപ്പറമ്പിൽ പോയി ബൊമ്മകളിയാണ് എനിക്കിപ്പോ ജോലി. ബൊമ്മകളിയാ? അതെങ്ങനെ അറിഞ്ഞൂടെ? കശത്തൊരു കുടയും വെച്ച് ഒരു വലിയ ആപ്പുപ്പൈ ഒരു കുഞ്ഞിനെ കശത്ത് വെച്ചിട്ട് ഓടെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കാണിച്ചു തരാം. ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് നോക്ക് സാറേ. സാറേ അയ്യോ എന്റെ ഫോണ് ബെല്ലടിക്കുന്നു. രണ്ടക്ഷരമുള്ള ആരോ വിളിക്കുന്നു. ഐജി ഐജി. എന്താ ഐജി വിളിച്ചത്? എന്തിനാ? എന്റെ ഫോണിന്ന് CM-ന് മെസ്സേജ് പെയ്യുന്നു. CM-ന് ഒഴിവുള്ള സമയത്ത് നമുക്ക് ഊട്ടിയിലോട്ടൊരു ടൂർ പോയാലോ? നിങ്ങൾക്ക് അത് തന്നെ വേണം. CM-നാണ് മെസ്സേജ് പോയിരിക്കുന്നത്. ശിഷ്ടകാലം നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കാം. എങ്ങനെ? ഇങ്ങനെ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഭയങ്കര അഞ്ജന ഫാൻ ആവുകയാണ്. ഞാനും. അയ്യോ ഭയങ്കര രസമാണ് അഞ്ജന. ഞാനും. അതായത് ഒരു സെന്റൻസ് മുഴുവൻ പറയണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ആ ഡെലിവറിയിൽ ഡയലോഗ് ഡെലിവറിയിൽ നമ്മൾ അങ്ങ് വീടുപോകും. അഞ്ജന ചുമ്മാ നിക്കൂല. അഞ്ജന അവിടെ ബാക്കിയുള്ളവരെ എന്തോ ചെയ്തോട്ടെ, അഞ്ജന ഭയങ്കര ബിസി ആയിരിക്കും. ആ കടിച്ചമർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാവരും സ്റ്റേജ് ആർട്ടിസ്റ്റിലാണ്. പ്രോഗ്രാം സുഹൃത്തുക്കളുണ്ട്. നമ്മളെല്ലാവരുടെയും വിജയം എന്ന് പറയുന്നത് കയ്യടിയാണ്. ഫസ്റ്റ് ക്ലാപ്പ് വിച്ച് വെയർ വെൻ. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ്. ഹിറ്റ്ലർ. നിങ്ങളുടെ മുഖത്തായിരിക്കും നാട്ടുകാർ. അല്ല, അത് ചേട്ടന്റെ മുഖത്ത് കൈ വെച്ചതല്ലേ, അതല്ല ചോദ്യം. അല്ല, കൈ അടിച്ചപ്പോ ഇടയ്ക്ക് പുള്ളിയുടെ മുഖം ഉണ്ടായിരുന്നു. സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കയ്യടി കൊണ്ടല്ലേ? കയ്യടിയല്ലേ അണ്ണാ? ആദ്യമായിട്ട് കയ്യടി. ഒരു ക്ലൂ തരണം കേട്ടോ. ഞാൻ പറയട്ടെ, നാരദൻ. അല്ലല്ല, കയ്യടി പണ്ടേ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പുരാതന കാലത്ത് നമുക്ക് ശബ്ദമില്ല, അതായത് ഭാഷ ഇല്ലാത്ത സമയത്ത് തന്നെ കമ്മ്യൂണിക്കേഷന് കയ്യടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യടി എന്ന് പറയുന്നത് ആദ്യമായിട്ട് വന്നത് BC 4-ാം നൂറ്റാണ്ടിൽ ഗ്രീസ് നാടകങ്ങൾക്കാണ് ആദ്യമായിട്ട് കയ്യടി. ഗ്രീസ് നാടകത്തില് ഇത് മാറ്റിയത് സൂപ്പർ എന്ന് പറയുമ്പോ ദൃഷ്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ അതൊരു ആഹ്ലാദമായി മാറി, സന്തോഷമായി മാറി. അങ്ങനെയാണ് ഇതൊരു കയ്യടിയില് ഒരു എന്താ പറയാ, എല്ലാ മനുഷ്യന്മാരും തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇവര് മൂന്നുപേരെ ദൃഷ്ടി മാറ്റാം. മനസ്സിലായ ശ്രീവിദ്യ? ഇതൊക്കെ പഠിക്കണം മോളെ, മനസ്സിലായോ? ആ ഗൂഗിൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നില്ലേ? സത്യം, എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. ഇപ്പൊ നമ്മളല്ലേ അഞ്ജന ഇങ്ങനെ റെഡിയായി, ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മളൊന്ന് കളക്റ്റീവായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച അഞ്ജന പെട്ടെന്ന് ഒരു സിനിമ കിട്ടിയിട്ട് അത് കഴിഞ്ഞ് ഇവിടെ വരണം. ഓക്കെ, അഞ്ജന സൂപ്പറാണ്. പക്ഷെ ഞാൻ ഭയങ്കര രഞ്ജീഷ് ഫാനാണ്. രഞ്ജീഷ് ആണ് എന്നെ കൊണ്ടൊരു പ്ലേയിൽ കൊണ്ട് ഇട്ട് കൊടുത്തത്. കൗണ്ടർ ഇല്ലെങ്കിലും അപ്പൊ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കയറി. എനിക്ക് അനുഭവം ഉള്ളതാണ്. റിയാലിറ്റി ഷോ ജീവൻ മരണ പോരാട്ടം ഇവിടെ കയറി കഴിഞ്ഞാൽ ചെയ്തേ പറ്റും. പക്ഷെ ഒരു കാര്യം പറയണം, ഇന്ന് ജയേഷ്
ആ ഒരു ബ്ലൗസും ടൈറ്റ്സ് ആയിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചുകൂടി ടൈറ്റ് ആണ്. പക്ഷെ എന്തായാലും സൂപ്പർ. അപ്പൊ നമുക്ക് എത്രയാ ചേച്ചി അവർക്ക് കിട്ടുന്ന ബാറ്ററി എത്രയും ചാർജ് ആയെന്ന് അറിയാം. നോക്കാം. മുതലായി. ഓക്കെ, ഇതാ ബാങ്ക് ഓഫ് ബോംബെ 320000. ഇതാ QT The Hand Wash presents Comedy Masters, co-presented by SLBS Marklins, powered by Amrithwani Life Kit and co-powered by Rajakumari Group. എനിക്ക് എന്തൊരു സന്തോഷം. എൻ്റെ മക്കളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ സോപ്പും സ്വീറ്റും ആയിട്ട് ഇങ്ങനെ നിൽക്കണം. നിങ്ങൾക്കായി ഒരു ഇൻസ്റ്റാ ട്രെൻഡിങ് ഗെയിം ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. നിങ്ങളുടെ ഒരു സെൽഫ്, നമ്മുടെ റിഫ്ലെക്സ് ഉണ്ടാവില്ലേ, ആദ്യം നമ്മുടെ കയ്യിൽ എന്താ കിട്ടുക, അതിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ, ആ റിയാക്ഷൻ ആണ് ഞാൻ കാണാൻ പോകുന്നത്. നിങ്ങളെ ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് ഹാൻഡില് സോപ്പ് ഉണ്ട്, റൈറ്റ് ഹാൻഡില് സ്വീറ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടം ഇന്നത്തെ മൂഡ് പ്രകാരം ഞാൻ എപ്പോഴും എന്ത് വേണമെങ്കിൽ പറയും. സോപ്പ് പറയും, സ്വീറ്റ് പറയും, സ്വീറ്റ് പറയും, സോപ്പ് പറയും. സ്വീറ്റ് ആണെങ്കിൽ ലിക്കിയ, സോപ്പ് ആണെങ്കിൽ സ്മെല്ലിയ. ചേച്ചി, ഇവരോട് ഗെയിമിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞാലോ? സോപ്പ് എടുത്തിട്ടുണ്ട്. അതല്ല, ഈ പറഞ്ഞ ഹാസ്യം നമുക്ക് റൂം എടുത്തിരുന്ന് ചിരിച്ചു തുടങ്ങിയാലോ? വേണമെങ്കിൽ പോവല്ലേട്ടാ, ഒരുമാതിരി കുളിക്കാത്തവർ അങ്ങനെ പറയില്ല, അവർക്ക് വിഷമാവൂലേ? സോറിടാ. ഓക്കെ, അപ്പൊ ആദ്യം മത്സരിക്കാൻ പോണത് അഖിൽ കവിലിയൂർ ആൻഡ് കുട്ടി അഖിൽ. ആൻഡ് മ്യൂസിക്. സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, 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 സ്വീറ്റ്, 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 സോപ്പ്, 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 സ്വീറ്റ്, സ്വീറ്റ്, soap, sweet soap, sweet soap, sweet, sweet, soap, sweet, soap, sweet. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അഖിലേട്ട ഒരു നക്കി തന്നെ. Soap, soap, എന്താട്ടാ വയ്യേ? soap, soap, sweet, 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 soap, soap. മധുരില്ലാത്ത പായസം പോലെ. അട്ടിപ്പരിപ്പ് ബദാമുള്ള സോപ്പ് പറഞ്ഞ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ചേച്ചി സോപ്പിന്റെ പകുതി ഇല്ല ചേച്ചി. വെരി 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 ഗുഡ്. കയ്യടി എന്റെ ബോയ്സിന് വേണ്ടി. ഓക്കെ, ഇനി അടുത്തത് ആലിസൺ ഡയാന. ചേച്ചി, ഞാൻ അതല്ല ആലോചിക്കുന്ന, നാളെ എന്റെ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ പോകുമ്പോ പിള്ളേർ പറഞ്ഞു കൊടുക്കൂല നിന്റെ അച്ഛൻ സോപ്പ് തിന്നുന്നുണ്ടെന്ന്. ഓക്കെ, റെഡി ആൻഡ് മ്യൂസിക്. സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. സോപ്പ്, 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 സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, നീ കഴി. സോപ്പ്, അയ്യോ സോപ്പ്, സ്വീറ്റ്, ഫാസ്റ്റ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്. അടുത്തുപോലെ കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ ചേച്ചി. കള്ളക്കളി കള്ളക്കളി. പ്രോപ്പറായി നക്കണം ഡയന, നക്കണം പ്രോപ്പർ. ഞാൻ നക്കുന്നുണ്ട്. ഓക്കെ, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സോപ്പ് നക്കണ്ട്. ഓക്കെ, 1 2 3 4 സോപ്പ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സോപ്പ്, 1 2 3 4 സ്വീറ്റ്, സോപ്പ്, സോപ്പ്. ഇതാണ് നാവ്, ഇതാണ് മൂക്ക്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അറിയാം. ഓക്കെ, 1 2 3 4 സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്. ഭയങ്കര ടൈം എടുക്കണ്ടേ? കേക്കാൻ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഡയാനയുടെ വായിൽ നിന്ന് നൊരയും പതയും വന്ന് ആരും പേടിക്കരുത്. അതിന് മാത്രം സോപ്പകത്ത് പോയിട്ടുണ്ട്. ഗെയിം വർക്ക് ആവൂല. ഫാസ്റ്റ് ആയിട്ട് ചെയ്യണേ. 1 2 3 4 ലാസ്റ്റ് ടൈം. 1 2 3 4 സോപ്പ്,
സോപ്പ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഓക്കെ 1 2 3 4 സ്വീറ്റ് സ്വീറ്റ് സോപ്പ് Okay, okay, okay. സോപ്പ് സോപ്പ്. ഓക്കെ സൂപ്പർ. സോപ്പ് നല്ല സ്വീറ്റ്. ഡയന 5+ ടൈംസ് നക്കി നക്കി സോപ്പ് നക്കി കുറഞ്ഞു. നാളെ ഞാൻ പറയണ്ടേ എന്റെ സുഹൃത്തൊരു നക്കിയാണെന്ന്. ഞാൻ ഒരു പ്രാവശ്യം പോലും തെറ്റിച്ചില്ല, എന്നെ ആരും ശ്രദ്ധിച്ചില്ലേ? അതിന് നീ ഒരു പ്രാവശ്യം പോലും കറക്റ്റ് ആയിട്ട് ചെയ്തില്ല. എല്ലാം ചെയ്തു ചേച്ചി. ഇവിടെ ഭയങ്കര ഡിലേ ആയിട്ട് തള്ളി. അവാർഡ് പടത്തിന് ഇതിന് സ്പീഡ് ഉണ്ടായിരുന്നു. അവാർഡ് പടത്തിന് സ്പീഡ് ഉണ്ടായിരുന്നു. റെഡി റെഡി ഓക്കെ സിറ്റ് ഡൗൺ. ഒരു ഗെയിമിൽ ഞാൻ ഇത്ര ടെൻഷൻ ഇതിലേത് 1 2 3 4 മ്യൂസിക്. സോപ്പ് സോപ്പ് സ്വീറ്റ് correct. Sweet. ശരിയാ. സോപ്പ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് എനിക്ക് വിശക്കണു. സോപ്പ്. ശ്രീവിദ്യ പറയാതെ തന്നെ നീ നക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. 1 2 3 സ്റ്റാർട്ട്. സ്വീറ്റ് സോപ്പ് 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 സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. 1 2 3 4 സോപ്പ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് സോപ്പ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. സ്വീറ്റ് 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 സോപ്പ്. സൂപ്പർ അല്ലേ, നല്ല ടേസ്റ്റ് അല്ലേ? ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ലാസ്റ്റ് ടൈം 1 2 3 4 സോപ്പ് സോപ്പ്. Correct, correct. സ്വീറ്റ് സോപ്പ് സോപ്പ്. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? സൂപ്പർ. ചേച്ചി ചേച്ചി എന്റെ ടെൻഷൻ അതല്ല, നാളെ മുതൽ ഇത് രണ്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സോപ്പ് പോയിക്കല്ലോ. കൊറേ നാട്ടേക്ക് വെള്ളം കുക്കള്ളേ. കൊറേ നാട്ടേക്ക് വെള്ളം കുടിക്കല്ലോ, പടയാവും. പടയാവൂല പതയാവും. ഓക്കെ ഗായ്സ്, സോ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാരും എൻജോയ് ചെയ്തു ഈ സോപ്പ്. ഭയങ്കരമായിട്ട് ചേച്ചി അല്ലേ? അപ്പൊ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. രണ്ടുപേരും ഇരുന്നോളൂ. ഓക്കെ ഓക്കെ ആൻഡ് മ്യൂസിക്. സ്വീറ്റ് സോപ്പ് സോപ്പ്. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? സ്വീറ്റ് നക്കു. അഖിൽ കണ്ട് സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ്. നാവ് ഇവരാരും പുറത്തല്ല, എന്റെ അതെ. ഓക്കെ 1 2 3 4 സോപ്പ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് സോപ്പ് 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 സ്വീറ്റ്. സോപ്പ് എവിടെയോ എന്തോ ഒരു തകരാറ്. സോപ്പ് സ്വീറ്റ് 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 സോപ്പ്. ഇത് നോക്ക്, ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. ഇത് കഴി അത് കിട്ടാ. 1 2 3 4 സോപ്പ് സ്വീറ്റ് 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 സോപ്പ്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ്. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. വെരി ഗുഡ്. അഖിലേട്ട എന്താണ്? അല്ല എനിക്ക് അത് അറിയണോ ചേച്ചി? നമ്മളൊക്കെ ഇങ്ങനെയും ഇങ്ങനെയല്ലേ? ഇതെന്തായിരുന്നു അത്? അതെ അല്ല എനിക്കറിയില്ല. കൊച്ചിലെ പോലും നമ്മള് ഇതെന്തായിരുന്നു? അതെന്താണിത്? സോപ്പ് വായി പോയി. സീരിയസ് ആയിട്ട് കഴിച്ചല്ലേ? Okay guys, very good. You guys played very well. Thank you ചേച്ചി. Cutie the Hand Wash presents Comedy Masters, co-presented by SLVS Marklins, powered by Amrithavani Life Kit and co-powered by Rajakumari Group. അപ്പോൾ ഓൾ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് ആണ് നമ്മുടെ കൂടെ അല്ലെ നാട്ടുകൂട്ടമായിട്ട് ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരോട് വേണം നമ്മൾ ചോദിക്കാൻ, ശരിക്കും പരിപാടിയൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായിരുന്നോ?
പൊളി 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 പൊളി, പൊളി, പൊളി അല്ലേ? നമുക്ക് അടിപൊളി പരിപാടികൾക്ക് ഇനി വരില്ലേ? ശരിക്കും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെ, റൈറ്റ് ഫ്രം കാസർഗോഡ് ടു ട്രിവാൻഡ്രമുള്ള ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നല്ലൊരു പ്രൊഫഷന്റെ ഒരു വഴി വെട്ടിക്കാണിച്ചു കൊടുത്ത അല്ലെ, വഴി വെട്ടിക്കൊടുത്ത ചേട്ടന്മാരാണ്. അതായത് ഒരുപാട് സ്റ്റാറുകൾ ഉണ്ടാക്കിയ നല്ലൊരു കലയുടെ നല്ലൊരു വഴി വെട്ടിക്കൊടുത്ത ചേട്ടന്മാരാണ് ഇവിടെ ഒരുപാട് ഇരിക്കുന്നത്. കലാകാരന്മാരുടെ അന്നദാതാക്കളാണ് ഇവർ കേട്ടോ. അതെ 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 നമുക്ക് പരിപാടി കിട്ടുള്ളൂ. അതെ, അപ്പോൾ നല്ലൊരു കയ്യടി കൊടുക്കാം. ഇതിന് ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇവന്റ് മാനേജ്മെന്റിനൊക്കെ ശരിക്കും ഒരു സംഘടനയുണ്ട്, ഒഫീഷ്യൽ സംഘടനയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംഘടനയുണ്ടോ? ഉണ്ട് സംഘടനയുണ്ട്. അതെയോ? സംഘടന ഇപ്പം തന്നെ ഒരു 5ഓളം സംഘടനയുണ്ട്. 5ഓളം ഉണ്ട്. ഇപ്പം വേറൊരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ 5 സംഘടനയും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയൊരു കമ്മിറ്റി TPSC എന്നാണ് പറയുന്നത്. അപ്പൊ 5 സംഘടനയും ഇപ്പൊ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്കും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുക. മൊബൈൽ ഏജന്റുമാർ വീട്ടിലിരിക്കുമല്ലോ. അല്ല, മൊബൈൽ ഏജന്റുമാർക്ക് പരിപാടി ഇനി സമിതികൾ കൊടുക്കരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമിതികൾ മൊബൈൽ ഏജന്റുമാർക്ക് പരിപാടി കൊടുക്കുകയോ നേരിട്ട് പരിപാടി ബുക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ സംഘടന ആ സമിതികളെ ബാർ ചെയ്യും. ആരാണ് ഈ മൊബൈൽ ഏജന്റുമാർ? മൊബൈൽ ഏജന്റുമാർ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്ത, ഒരു ഫോൺ കയ്യിൽ വെച്ച് പരിപാടി ചെയ്യുന്ന മൊബൈൽ ഏജന്റുമാർ. യെസ്, മനസ്സിലായി. ഇപ്പൊ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലാണ് നമ്മൾ ഒരുപാട് പുതിയ പുതിയ താരങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ ഒത്തിരി കലാകാരന്മാർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിക്കട്ടെ എന്ന് കൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. ചേച്ചി, അപ്പോ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ നമ്മുടെ കേരളത്തിന്റെ ഉടനീള ഈ പ്രൊഫഷണൽ ഏജൻസ് ആണ്. ഒരു ഡൗട്ടും ഇല്ല, ഇവരെ ഇന്നത്തെ മെയിൻ അല്ല എന്നത്തെ മെയിൻ ആണ്. ആൻഡ് എ ബിഗ് സല്യൂട്ട് ഫ്രം us. ഇത് ഈ ഇന്നത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല, എത്രയോ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ പോലെ ഒരുപാട് ഏജൻസ് ഉണ്ട്. അവരെല്ലാവർക്കും വേണ്ടി ഇന്നത്തെ മെയിന് നിങ്ങളെല്ലാവരും ആൻഡ് അവർക്കും വേണ്ടി ഇതാ. നമ്മളിപ്പോൾ സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ കോമഡി ഷോ ചെയ്യുന്നു, ഫ്ലോറിൽ ഷൂട്ടിന് വന്നിരിക്കുന്നു. നമ്മൾ ആ സ്റ്റേജിനകത്ത് തട്ടടിച്ച സ്റ്റേജിൽ ചുമന്ന കട്ടൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് അടുത്ത ബെല്ലിന് പ്രോഗ്രാം ആരംഭിക്കുന്നു. അതിന് മുന്നോടിയായി ഈ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശ ദീപങ്ങളും അണച്ചു എന്ന് ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങളുടെ പ്രോഗ്രാം ഇന്നിവിടെ സ്പോൺസർ ചെയ്ത കമ്മിറ്റി ഭാരവാഹികൾക്കും വിശിഷ്യ ഞങ്ങളെ ഇന്ന് ഈ വേദിക്ക് പരിചയപ്പെടുത്തിയ പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ആ മാന്യ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കോമഡി മാസ്റ്റേഴ്സ്. ഇതൊരു വികാരമാണ് ചേച്ചി, ഇതൊരു സന്തോഷമാണ്, നമ്മുടെ അഭിമാനമാണ്. ഇതാണ് എല്ലാം. സ്റ്റേജിൽ നിന്നാണ് തുടക്കം. യെസ്, അപ്പോൾ ഒരുപാട് പേര് ഇവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് എപ്പോഴും ഒരു സ്റ്റേജ് പ്രോഗ്രാം അവസാനിക്കും നമ്മൾ എന്താ ചെയ്യുക? ചെറിയൊരു കർട്ടൻ ഇങ്ങനെ വലിച്ചിടും അല്ലേ? കോമഡി മാസ്റ്റേഴ്സ് ഞങ്ങൾ ഒരു കർട്ടൻ വലിക്കാം. തീർച്ചയായിട്ടും.